ഹായ് ഹലോ എല്ലാവരും എന്ത് ചെയ്യുക. ഞാൻ രാവിലെ തന്നെ ഇതേ വർക്കിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ദേ മലകളും പുഴകളും ഒക്കെ ആയിട്ട് രാവിലത്തെ വൈബാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഞാൻ യാത്ര ചെയ്ത് രാവിലെ മോർണിംഗ് വർക്കിനായിട്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും എനിക്ക് യാത്രയുണ്ട് കേട്ടോ. അപ്പം ഈവനിങ് വർക്ക് ഉണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇതേ മോർണിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് നേരെ അടുത്ത ബസ് കയറി പോകാനായിട്ട് വരുവാണ്. അപ്പോഴത്തേക്കും ബസ്സില്ല, വെയിറ്റ് ചെയ്യണം, ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്താലേ ബസ് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെയും അടുത്ത ബസ് കയറി ഈവനിങ് വർക്കിനോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. മലകളൊക്കെയാണ് ഇവിടെ ഫുള്ളും ഉള്ളത്. അപ്പം ഒരുപാട് മലകളുണ്ട്, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒക്കെ ആയിട്ട് നല്ല മലയും മഞ്ഞ് മൂടിയതുപോലെയൊക്കെയാണ്. പക്ഷെ നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മഞ്ഞ് മൂടിയതുപോലെ കാണും മേഘങ്ങളൊക്കെ, പക്ഷെ നല്ല ഹീറ്റാണ്. ഇവിടുത്തെ ചൂട് നമുക്ക് ഒട്ടും പറ്റില്ല. നാട്ടിലത്തെ ചൂട് പോലെ അല്ല ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റാത്തൊരു ചൂടാണ്. പിന്നെ ദേ ബസ് എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ വർക്കിന് ടൈമായി എന്നുള്ള രീതിക്ക് ഞങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ബസ് നിർത്തിയാണ് പോകുന്നത്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്പീഡിൽ പോകാൻ തുടങ്ങി. അപ്പം ഇവിടെ ഫുള്ളും ആറും കുളവും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുള്ളത്. പിന്നെ ഫുള്ളും പച്ചപ്പാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിലാണ് മണ്ഡപത്തിലോട്ട് പോകുന്നത്.